അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ദിവസങ്ങളിലായി ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ ഹജ്ജ് കർമ്മത്തിന് തുടക്കമായിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യമഹാസമ്മേളനത്തിലൂടെ ലോകത്തെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് പരിശുദ്ധമായ മക്ക. മാനവികതയുടെ മഹാവിളംബരമാണ് ഹജ്ജ്. ദേശത്തിൻ്റെയും നിറത്തിൻ്റെയും തൊഴിലിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യനെ ഇകഴ്ത്തുകയും പുകഴ്ത്തുകയും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ ഇസ്ലാം നൽകുന്ന മാനവികതയുടെ സമഭാവനയുടെ സുന്ദര സന്ദേശമാണ് ഹജ്ജ്. മനുഷ്യരെ ജന്മം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെടുകയും നിറം നോക്കി പരിഗണിക്കപ്പെടുകയും സ്ഥാനം നോക്കി ആദരിക്കപ്പെടുകയും തൊഴിൽ നോക്കി ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന അഭിനവ ലോകത്തിന് ഒട്ടനവധി പുതിയ പാഠങ്ങൾ നൽകുകയാണ് പുണ്യ ഹജ്ജിലൂടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു ഹജ്ജിൻ്റെ വേളയിൽ ജനലക്ഷത്തെ സാക്ഷിയാക്കി പ്രവാചകർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാലോകരോട് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും ആവർത്തനവും കൂടിയാണ് ഒരു വർഷത്തെയും ഹജ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചക അതരങ്ങളിൽ നിന്നും അന്നവിടെ മുഴങ്ങിക്കേട്ട മാനവിക സന്ദേശത്തിൻ്റെ ചില വചനങ്ങൾ പ്രകാരമാണ്: യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് അലാ ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ വല ലി അജമിയിൻ അലാ അറബിയിൻ വല അഹ്മറ വല അലാ അസ്വദ വല അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വ. ജന്മം കൊണ്ട് ആരും മഹത്വവൽക്കരിക്കപ്പെടുന്നില്ല. ദേശവും ഭാഷയും നിറവും നോക്കി ആരെയും ഉന്നത സ്ഥാനീയനായി ഗണിക്കപ്പെടുകയില്ല. സൗദിയിൽ ജനിച്ചവർ ഉന്നതർ, ഇന്ത്യയിൽ ജനിച്ചവർ താഴ്ന്നവർ, അങ്ങനെ ഒന്നില്ല ഇസ്ലാമിൽ. അറബി ഭാഷ സംസാരിക്കുന്നവർ പരിഗണിക്കപ്പെടേണ്ടവർ, അല്ലാത്തവർ അവഗണിക്കപ്പെടേണ്ടവർ, അങ്ങനെയുമില്ല. തൊലി വെളുത്തവർ ഉടമകൾ, നിറം കറുത്തവർ അടിമകൾ, കീഴാളർ, അതുമില്ല ഇസ്ലാമിൽ. തൊലി വെളുത്ത സൽമാനെയും റളിയല്ലാഹുവിന്, തൊലി കറുത്ത ബിലാൽ റളിയല്ലാഹുവിനെയും, സമ്പന്നനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും, ദരിദ്രനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിനെയും ഒരേ പാത്രത്തിൽ ഉണ്ണാൻ, ഒരു വിരിപ്പിൽ ഉറങ്ങാനും ഒന്നിച്ചിരിക്കാനും പഠിപ്പിച്ച പ്രത്യായ ശാസ്ത്രത്തിൻ്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാമിക എല്ലാ ആരാധന രീതിശാസ്ത്രവും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഹജ്ജ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മക്കയിലെത്തിയ ജനസാഗരം, അതിൽ കറുത്തവരും വെളുത്തവരും ചുമന്നവരും ഉയരമുള്ളവരും കുറുകിയവരും സമ്പന്നരും ദരിദ്രരും തൊഴിലാളികളും മുതലാളിയും അധികാരികളും പ്രായം കൂടിയവരും കുറഞ്ഞവരും പണ്ഡിതരും പാമരരും എല്ലാവരുമുണ്ട്. വിവിധ വേഷം ധരിച്ചവർ, വ്യത്യസ്ത ഭക്ഷണം കഴിച്ചവർ, പല പല ഭാഷ സംസാരിച്ചവർ, ഇവിടെ എല്ലാവരുടെയും വേഷം ഒന്നായി മാറുന്നു. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വസ്ത്രം. എല്ലാവരുടെയും ഭാഷ ഒന്നായി മാറുന്നു. തൽബിയത്താണ് ആ ഭാഷ. എല്ലാവരുടെയും ചിന്തയും ലക്ഷ്യവും ഒന്നായി മാറുന്നു. എല്ലാവരുടെയും അമലി മേഖല ഒന്നായി മാറുന്നു. നിറത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ആരുടെയും നിറമോ രൂപമോ ആർക്കും അരോചകത്വം ആവുന്നില്ല. ഇല്ലാ ബിത്തഖ്വല്ലാഹ്. ദൈവിക ഭക്തിയുടെ പേരിലല്ലാതെ ആർക്കും ഒരു പ്രത്യേകതയുമില്ല. നമസ്കാരവും ഇങ്ങനെ തന്നെ. പിന്തി വരുന്നത് മുതലാളിയായാലും അധികാരിയായാലും മുന്നിൽ നിൽക്കുന്ന തൊഴിലാളിയുടെ പിന്നിൽ നിൽക്കണം. സ്വഫിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരായാലും ചേർന്ന് നിൽക്കണം. തൊലി കറുത്തതിൻ്റെ പേരിൽ ഉമയ്യത്തിൻ്റെ അടിമപാളയത്തിൽ മൃഗതുല്യം ജീവിക്കേണ്ടി വന്ന എത്തോപ്യക്കാരൻ ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചെടുത്ത് സമത്വ സുന്ദര ഇസ്ലാമിക ആദർശത്തിലെത്തിക്കുമ്പോൾ വിശുദ്ധ കഅബയുടെ ഉയരങ്ങളിൽ ഭാങ്കുലി മുഴക്കാനുള്ള ഭാഗ്യം പലരും ആഗ്രഹിച്ചെങ്കിലും അത് ലഭിച്ചത് ബിലാൽ റളിയല്ലാഹുവിനാണ്. ഇന്ന് കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഈ വർണ്ണജാതിവെറിയുടെ മാലിന്യം ചില തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും വിഷലിപ്ത നാവിലൂടെ ഈ സാംസ്കാരിക കേരളം കേൾക്കേണ്ടി വരുന്നത് എത്ര ലജ്ജാകരമാണ്. ഞങ്ങൾ പറയും, നീ കേൾക്കണം. ഞങ്ങൾ കൽപ്പിക്കും, നീ അനുസരിക്കണം. ഞങ്ങൾക്കിഷ്ടമുള്ളത് നീ കഴിക്കണം. ഞങ്ങൾ തീരുമാനിക്കുന്നത് നീ ധരിക്കണം. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ നീ നടക്കണം എന്ന് തുടങ്ങി പഴയകാല മേലാള മാഠമ്പികളുടെ സ്വരത്തിൽ വേടനോട് പറയുന്നു, ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ നീ പാടാൻ പാടുള്ളൂ എന്ന്. ആ പഴയ ജാതിവെറിയുടെ ചുരുക്ക് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നത് സാംസ്കാരിക കേരളത്തിന് എത്ര അപമാനകരമാണ്. ഒരു കാലഘട്ടത്തിൽ മേലാള ജാതിവർയന്മാരുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ അടയാളന്മാരായി ജീവിക്കേണ്ടി വന്നവർ, മേലാളന്മാർക്ക് മുന്നിൽ ഉടുതുണി അഴിക്കേണ്ടി വന്നവർ, സ്വന്തം ഭാര്യയ്ക്കൊപ്പം അന്തിയുറങ്ങാൻ വരുന്ന ഏമാന്മാർക്ക് കാവലിരിക്കേണ്ടി വന്നവർ, സ്വന്തം കുഞ്ഞിൻ്റെ മുലയൂട്ടാൻ നാടുവഴികൾക്ക് ടാക്സ് നൽകേണ്ടി വന്നവർ, വേദം പഠിക്കാനും വിദ്യ നേടാനും വഴി നടക്കാനും ശുദ്ധജലം കുടിക്കാനും
മറക്കാനും അവകാശമില്ലാതിരുന്നവർ. ഇവിടെയാണ് ഇസ്ലാമിനെ നാം പരിചയപ്പെടുത്തേണ്ടത്. കുമാരനാശാൻ്റെ ചില വരികൾ കാണാം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാ തോരിങ്ങനെ, യൊട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ, ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി, വിട്ടതാം ഹിന്ദുമതം ജാതിയാൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം, എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കണ്ടോ രേഴ ചെറുമൻ പോയി, തൊപ്പിയിട്ടാൽ ചിത്രമവനെത്തി ചാരത്തിരുത്തിടാം, ചേറ്റും പേടിക്കണ്ട നമ്പൂരാരെ. അഭിനവകാലത്തോ ഇസ്ലാമിക നവോത്ഥാന നായകന്മാരെ തിരഞ്ഞു നടക്കുന്ന ജാതിക്കോമരങ്ങളോട് ഈ വരികൾ പാടിക്കൊടുക്കണം. മാനവികതയുടെ വിളംബരം വിളിച്ചോതുന്ന ഹജ്ജ് കർമ്മം കാണിച്ചു കൊടുക്കണം. സമത്വത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന നമസ്കാരമടക്കമുള്ള ഇസ്ലാമിക ആശയ ആരാധനാകർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. സർവകാലികമായ നവോത്ഥാന പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അതിന് ഇനിയൊരു നവോത്ഥാന നായകൻ്റെ ആവശ്യമില്ല. ജീർണതകളും അന്ധവിശ്വാസങ്ങളും മനുഷ്യത്വവിരുദ്ധമായ അനാചാരങ്ങളും അരങ്ങേറുന്ന സാമൂഹിക ചുറ്റുപാടിലാണ് നവോത്ഥാനം നടക്കേണ്ടത്. ഇസ്ലാമിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇസ്ലാം ദൈവികമാണ്, മനുഷ്യത്വത്തിൻ്റെ മതമാണ്. 6-ാം നൂറ്റാണ്ടിൽ നടമാടിയിരുന്ന സർവത്ര ജീർണതകളും കുഴിച്ചുമൂടുന്ന പ്രഖ്യാപനത്തിന് സാക്ഷിയായതും ഇതുപോലൊരു ഹജ്ജിലായിരുന്നു. അലാ ഇന്ന കുല്ല ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമി മൗദൂഉൻ വദിമാഉൽ ജാഹിലിയ്യത്തി മൗദൂഅത്തുൻ വഅവ്വലു ദമിൻ അളഉഹു മിൻ ദിമാഇനാ ദമു റബീഅത്ത് ബിൻ അൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് വരിബൽ ജാഹിലിയ്യത്തി മൗദൂഉൻ വഅവ്വലു റിബൻ അളഉ മിൻ റിബാന റിബൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഫഇന്നഹു മൗദൂഉൻ കുല്ലു. വർണ്ണവിവേചനം പോലുള്ള ജാഹിലിയ്യത്തിൻ്റെ ഒരു തരിമ്പ് വാക്കുകളിൽ പോലും ഉണ്ടാകാൻ നബി തങ്ങൾ അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ചങ്ങാതി ബിലാൽ റളിയല്ലാഹു അൻഹുമായി ഉണ്ടായ തർക്കത്തിനിടയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യബ്ന സൗദാ, കറമ്പിയുടെ മകനെ എന്ന് വിളിച്ചു. ഇതറിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ ശകാരിക്കുന്നത് കാണാം. യാ അബാദർ അയ്യർതഹു ബി ഉമ്മി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുല്ലാഹു തഹ്ത ഐദീകും എന്ന് തുടങ്ങിയിട്ട് അവിടുന്ന് ശക്തമായി വിമർശിക്കുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എത്ര ആദരവോടുകൂടിയായിരുന്നു പറഞ്ഞിരുന്നത്. കാന ഉമർ യഖൂൽ അബൂബക്കറിൻ സയ്യിദുന വഅഅതക സയ്യിദന. അബൂബക്കർ റളിയല്ലാഹു അൻഹു എൻ്റെ നേതാവാണ്, മാത്രമല്ല എൻ്റെ നേതാവിനെ മോചിപ്പിച്ച ആളാണ് എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ സമത്വസുന്ദരമായ സന്ദേശം. ഇതിലേക്ക് ആകൃഷ്ടരായ എത്രയോ പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അമേരിക്കൻ ബോക്സിംഗ് ചാമ്പ്യൻ കാഷ്യസ് ക്ലേ പിന്നീട് മുസ്ലിമായി മുഹമ്മദ് അലി ക്ലേ എന്ന പേര് സ്വീകരിച്ചത് വർണ്ണവിവേചനത്താലുള്ള അവഗണന സഹിക്കാൻ വയ്യാതെയാണ്. തൊലിക്കറുത്തത്തിൻ്റെ പേരിൽ വെള്ളക്കാരിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനയും പരിഹാസവും ചെറുതായിരുന്നില്ല. എന്നാൽ വെളുത്തവനും കറുത്തവനും യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ ചേർന്ന് നിന്ന് നമസ്കരിക്കുന്ന കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വിശ്വാസികളെ, ജനങ്ങളെ, നിങ്ങളെ നമ്മൾ ആണ് പെണ്ണ് ആയിട്ട് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ വ്യത്യസ്തമായ കബീലക്കാരും വ്യത്യസ്തമായ വിഭാഗങ്ങളുമാക്കി മാറ്റിയത് അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ അവർ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു തആല പറയുന്നത് കാണാം. ദുൽഹജ്ജ് 9 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. അന്ന് ഹാജിമാറല്ലാത്തവർ നോമ്പെടുക്കൽ സുന്നത്താണ്. മഹാനായ അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം. സുഇല അൻ സൗമി യൗമി അറഫ. മുത്തുനബിയോട് അറഫ ദിവസത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫറു അസ്സനത്തൽ മാദിയത വൽ ബാഖിയ. പരിശുദ്ധമായ യൗമ അറഫയിലെ നോമ്പ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ദോഷങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.